ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിരപ്പിള്ളിയിൽ നിന്നും വാൽപ്പാറയിലേക്കൊരു ഫോറസ്റ്റ് ഡ്രൈവാണ്. അപ്പോൾ അതിരപ്പിള്ളിയിലെ ഈ വാഴച്ചാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുന്നത് രാവിലെ 6 മണിക്കാണ്. അതുപോലെ വൈകിട്ട് 6 മണിക്ക് ഈ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. ഇനി നിങ്ങൾ 2 വീലറിനാണ് വരുന്നതെങ്കിൽ വൈകിട്ട് 4 മണിക്ക് ശേഷം ഈ റൂട്ടിൽ യാത്ര ചെയ്യാൻ ഒതുക്കുക. ഈ സെയിം റെസ്ട്രിക്ഷൻസ് തന്നെയാണ് വാൽപ്പാറയിൽ നിന്നും വരുമ്പോൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ. 4 വീലറിന് വൈകിട്ട് 6 മണി വരെയും 2 വീലറിന് 4 മണി വരെയും ഈ റൂട്ടിൽ പ്രവേശിക്കാം. വാഴച്ചാൽ ഫോറസ്റ്റ് ഓഫീസാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഫോറസ്റ്റ് ട്രക്കിങ്ങിന് താല്പര്യമുള്ളവർക്ക് ഇവിടെ അങ്ങനെ ഒരു ഇക്കോ ടൂറിസം പ്രോഗ്രാമുണ്ട്. ഏകദേശം 14 കിലോമീറ്റർ കാട്ടിലൂടെ കാടിനെ ആസ്വദിച്ച് നടക്കാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇവിടുത്തെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഷോളയാർ ഫോറസ്റ്റ് റെയിൻ ഫോറസ്റ്റ് ആയതുകൊണ്ട് മഴക്കാലം ആരംഭിക്കുമ്പോൾ തന്നെ നല്ല ഡാർക്ക് ഫീലായിരിക്കും. ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു ഭീകര അന്തരീക്ഷം. എന്നാൽ അത് ശരിക്കും ആസ്വദിക്കണമെങ്കിൽ വീക്ക് ഡേയ്സിൽ വരണം. കാരണം ഹോളിഡേയ്സിലും വീക്കെൻഡിലും ഒരുപാട് വാഹനങ്ങളുണ്ടാവും ഈ റൂട്ടിൽ. കേരളത്തിലുള്ള ഒരുവിധ എല്ലാ അനിമൽസുള്ള ഒരു കാടാണിത്. എന്നാൽ അവരെല്ലാം കാണാൻ കിട്ടുന്നത് ഈ ട്രിപ്പിൽ അപൂർവമാണ്. പക്ഷേ അനിമൽ സൈറ്റിങ്ങിനേക്കാളും ഇതിലൂടെയുള്ള യാത്രയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളത് കാടിൻ്റെ മറ്റുള്ള കാഴ്ചകളാണ്. അതിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ളതാണ് മഴക്കാലത്ത് കാണാൻ പറ്റുന്ന ഇതുപോലുള്ള ചെറിയ അരുവികളുടെ കാഴ്ചകൾ. ഈ കാണുന്നതാണ് പുളിയിലപ്പാറ ജംഗ്ഷൻ. വാഴച്ചാൽ കഴിഞ്ഞ് മലക്കപ്പാറ എത്തുന്നതിനിടയിൽ കുറച്ച് കടകൾ കാണാൻ കഴിയുന്നത് ഇവിടെ മാത്രമാണ്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഇത് കഴിഞ്ഞാൽ പിന്നെ മലക്കപ്പാറ എത്തണം വീണ്ടും ഒരു ഷോപ്പ് കാണണമെങ്കിൽ. ഈ റൂട്ടിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിരപ്പിള്ളിയിലെ പെട്രോൾ പമ്പിന് ശേഷം പിന്നെ 80 കിലോമീറ്റർ കഴിഞ്ഞ് വാൽപ്പാറയിലാണ് പെട്രോൾ പമ്പ് ഉള്ളത്. അപ്പോൾ നമ്മുടെ വാഹനത്തിൽ അത്യാവശ്യത്തിനുള്ള ഇന്ധനം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വനത്തിനകത്തേക്ക് പ്രവേശിക്കാൻ. അതുപോലെ തന്നെ മൊബൈൽ നെറ്റ്വർക്കൊന്നും ഈ റൂട്ടിലുണ്ടാവില്ല. റോഡിൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല നീറ്റ് റോഡാണ്. പക്ഷെ സിംഗിൾ റോഡായതുകൊണ്ട് എതിരെ നിന്നൊരു വാഹനം വരുമ്പോൾ സ്ലോ ചെയ്ത് ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ 2 കാറുകളുടെയും മിററുകൾ തമ്മിൽ തട്ടിപ്പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും റോഡിൽ നിന്ന് ഇറക്കി സൈഡ് കൊടുക്കാൻ സാധിക്കില്ല. കാരണം റോഡിൻ്റെ എഡ്ജ് നല്ല ഹൈറ്റിലാണ്. പെട്ടെന്ന് റോഡിൽ നിന്ന് ഇറക്കേണ്ടി വന്നാൽ അടി തട്ടി വാഹനം ഡാമേജ് ആവും. വളരെ പതുക്കെ പോകാൻ തന്നെയാണ് 45 കിലോമീറ്റർ ഓടാൻ വേണ്ടി 2 മണിക്കൂർ സമയം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. ഈ കാണുന്ന സ്ഥലമാണ് ആനക്കയം. പേര് പോലെ തന്നെ ഒരുപാട് ആനകളുടെ പ്രസൻസ് ഉള്ള ഒരു ഏരിയയാണിത്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ വലിയൊരു പുൽമേടും റോഡിൻ്റെ 2 സൈഡിലും ഈറ്റക്കാടും കാണാം. നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ആനകൾ ഇവിടെ ഉണ്ട്. ഒരുപാട് വാഹനങ്ങളെ ആക്രമിച്ചിട്ടുള്ളതാണ് അവർ. നിങ്ങൾ ഈ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ആനകളെ കണ്ടാൽ സേഫായിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിച്ച് ആനകൾ പൂർണ്ണമായി റോഡിൽ നിന്നും മാറിയ ശേഷം മാത്രം വാഹനം മുന്നോട്ടെടുക്കുക. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് സേഫായിട്ട് ഈ റൂട്ടിൽ യാത്ര ചെയ്യാം. ആനകളെ അടുത്ത് ചെന്ന് കാണാൻ ശ്രമിച്ചാൽ അവർ തീർച്ചയായും നമ്മളെ ആക്രമിക്കും. ആനക്കയം നാരോ ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. ഇതാണ് ഷോളയാർ പവർ ഹൗസ്.
ഷോളയാർ ഡാമിൽ നിന്നുള്ള വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി ഇവിടെ എത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പവർ ഹൗസ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഹെയർ പിൻ ബെൻഡുകളാണ്. അപ്പോൾ ഇതുപോലുള്ള റോഡിലാണ് ആന നിൽക്കുന്നതെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം ആനയ്ക്ക് മാറി നിൽക്കാനുള്ള ഒരു ഗ്യാപ്പ് ഈ ഹെയർ പിൻ ബെൻഡിൽ ഉണ്ടാവില്ല. എപ്പോഴും ഈ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ വഴി ബ്ലോക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ഫേമസ് ആയ ഒരു ഒറ്റയാനാണ്. അവന് പ്രത്യേകിച്ചൊരു പേര് തന്നെയുണ്ട്. അവനാണ് കബാലി. അവൻ നമ്മുടെ നേരെയാണ് വരുന്നതെങ്കിൽ വാഹനം റിവേഴ്സ് പോവുകയല്ലാതെ ഒരു മാർഗവുമില്ല. അങ്ങനെ ഏകദേശം 3 മണിക്കൂർ വരെയൊക്കെ അവനിവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഹെയർ പിൻ ബെൻഡ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നതാണ് ഷോളയാർ ഡാമിൻ്റെ കാഴ്ച. നല്ലൊരു വ്യൂ പോയിൻ്റാണിത്. ഇതിന് ലോവർ ഷോളയാർ ഡാം എന്ന് കൂടി പറയും. കാരണം ഇതിനു മുകളിൽ തമിഴ്നാട്ടിൽ ഒരു ഷോളയാർ ഡാം കൂടിയുണ്ട്. അത് അപ്പർ ഷോളയാർ ഡാം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വലിയൊരു ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഇവിടെ വൈൽഡ് അനിമൽസിനെ കാണാൻ സാധിക്കാറുണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഡാമിനക്കരെ നിൽക്കുന്ന ഒരു കാട്ടുപോത്തിനെയാണ്. ഡാമിനിക്കരെയുള്ള ഈ പുൽമേട്ടിലാണ് അനിമൽസിനെ കാണുന്നതെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഡാമിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് കാണുന്ന ഫോറസ്റ്റിന് ഇത്രയും നേരം കണ്ട കാടിനെ അപേക്ഷിച്ച് ചെറിയൊരു മാറ്റം നമുക്ക് കാണാം. അതാണ് നിത്യഹരിതവനങ്ങൾ. ഇതിലൂടെ നമ്മൾ വേനൽക്കാലത്ത് വന്നാലും അധികം സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കാത്ത ഒരു ഡാർക്ക് ഫീലായിരിക്കും. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലക്കപ്പാറയിൽ നിന്നും വാൽപ്പാറയിൽ നിന്നുമുള്ള തേയില കളക്ട് ചെയ്ത് കൊച്ചിയിലെത്തിക്കാൻ വേണ്ടി നിർമ്മിച്ച റോഡായിരുന്നു ഇത്. 45 കിലോമീറ്ററാണ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് മുതൽ മലക്കപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വരെയുള്ള ദൂരം. പൂർണ്ണമായും റിസർവ് ഫോറസ്റ്റിന് നടുവിലൂടെയുള്ളൊരു യാത്ര. ഈ യാത്രയിൽ ഒരുപാട് വലുതും ചെറുതുമായ ജീവജാലങ്ങളെ ഒരുപക്ഷെ കാണാം. വൈൽഡ് ലൈഫ് മാത്രമല്ല, പലതരത്തിലുള്ള മരങ്ങളും ചെടികളും പിന്നെ ഫേൺസ്, മോസസ്, അങ്ങനെ കാടിനെ കാടായി നിലനിർത്തുന്ന എല്ലാ കാഴ്ചകളും നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇതിലെ യാത്ര ചെയ്യുമ്പോൾ അതെല്ലാം അതേ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടാവണം നമ്മുടെ യാത്ര. ഈ വനം നല്ല രീതിയിൽ ആസ്വദിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ബൈക്ക് യാത്രയാണ്. പക്ഷേ കുറച്ച് റിസ്ക്കും ഉണ്ട്. കാരണം ഈ റൂട്ടിൽ ഏറ്റവും കൂടുതൽ ആനയുടെ ആക്രമണം നടന്നിട്ടുള്ളത് ബൈക്കുകൾക്ക് നേരെയാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ 2 വീലേഴ്സിന് മാത്രം ചെക്ക് പോസ്റ്റിൽ ഒരു പ്രത്യേക ടൈം ക്രമീകരിച്ചിട്ടുള്ളത്. ആനയും കാട്ടുപോത്തും മ്ലാവുമാണ് ഈ റൂട്ടിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കാറ്. ബാക്കിയുള്ള വൈൽഡ് ലൈഫ് കാഴ്ചകൾ വളരെ അപൂർവമായിട്ടാണ് കിട്ടാറ്. മലക്കപ്പാറ എത്തുന്നതിന് കുറച്ച് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ കാടിൻ്റെ ചെറിയൊരു ഗ്യാപ്പിലൂടെ ഇങ്ങനൊരു കാഴ്ച കാണാം. ഈ തേയിലത്തോട്ടം തമിഴ്നാടും പുറകിലെ ഫോറസ്റ്റ് ഏരിയ കേരളവുമാണ്. അങ്ങനെ മലക്കപ്പാറ എത്തുന്നതിന് മുമ്പ് കാടിനുള്ളിൽ കാണാൻ പറ്റുന്ന അവസാന കാഴ്ചയാണ് റൈറ്റ് സൈഡിലുള്ള 2 ചെറിയ വെള്ളച്ചാട്ടം. അതിനുശേഷം മലക്കപ്പാറ കോഫി എസ്റ്റേറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുക. മലക്കപ്പാറ എത്തുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഈ ഒരു ടൗണാണ്.
ഇവിടെ നമുക്ക് കുറച്ച് ഹോട്ടലും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റൂമുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല ഫ്രഷ് തേയില സ്പൈസസ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളും ഇവിടെ ഉണ്ട്. അതിനുശേഷം റോഡിൻ്റെ 2 സൈഡിലും മലക്കപ്പാറ ടീ എസ്റ്റേറ്റ് കാണാം. ഇത് തന്നെയാണ് സഞ്ചാരികൾക്ക് ഈ റൂട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഇത്രയും ദൂരം കാടിൻ്റെ കാഴ്ച ആസ്വദിച്ചാണ് വന്നതെങ്കിൽ അടുത്തത് തേയിലത്തോട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചകളാണ്. അതൊക്കെ ആസ്വദിച്ച് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴാണ് മലക്കപ്പാറ പോലീസ് സ്റ്റേഷനും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും അടുത്തടുത്ത് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് വാഴച്ചാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നും ഒരു സ്ലിപ്പ് തന്നിട്ടുണ്ടാവും. അത് ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള യാത്ര തുടരാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എവിടേക്ക് നോക്കിയാലും വാൽപ്പാറ എന്ന 7ാം സ്വർഗത്തിൻ്റെ മനോഹരമായ കാഴ്ചകളാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെ കേരളത്തിലെ മലക്കപ്പാറ തന്നെയാണ്. മലക്കപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നും 2 കിലോമീറ്റർ ദൂരമുണ്ട് തമിഴ്നാട് അതിർത്തി ചെക്ക് പോസ്റ്റിലേക്ക്. അപ്പോൾ ഇതാണ് കേരള തമിഴ്നാട് ബോർഡർ. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നുമില്ല, നേരെ കടന്നു പോവാം. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അപ്പർ ഷോളയാർ ഡാമിൻ്റെ കാഴ്ചകൾ കണ്ടു തുടങ്ങും. ഡാമിന് തൊട്ട് താഴെയുള്ള ആർച്ച് പാലത്തിലൂടെയാണ് നമ്മൾ വാൽപ്പാറയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ പാലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഡാമിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. ഡാമിനോട് ചേർന്നുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കാണ് ഈ കാണുന്നത്. ഒരുവിധം എല്ലാ വർക്കുകളും പൂർത്തിയായിട്ടുണ്ട്. ഡാമിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് ടീ ഷോപ്പുകൾ കാണാം. ഇവിടുത്തെ ടീ ഷോപ്പുകളിലെ സ്ഥിരം കസ്റ്റമറാണ് ഈ നിൽക്കുന്നത്. ആരെങ്കിലും ഒരു സ്നാക്സ് വാങ്ങിത്തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ സാമ്പാർ ഡീർ അഥവാ മ്ലാവ്. എന്ന് കരുതി ആരൊന്നും വാങ്ങിക്കൊടുത്തേക്കരുത്, വലിയൊരു തുക ഫൈൻ അടയ്ക്കേണ്ടി വരും. അതുമാത്രമല്ല അതിൻ്റെ ജീവന് തന്നെ അത് അപകടമാണ്. ഇനി ഇതാണ് അപ്പർ ഷോളയാർ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച. മുന്നോട്ടുള്ള വാൽപ്പാറ യാത്രയിൽ കുറേ ദൂരം ഡാമിന് സൈഡിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കാണാൻ പറ്റുന്ന മറ്റൊരു മനോഹര കാഴ്ചയാണ് സാഡിൽ ബ്രിഡ്ജിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഈ ഒരു മരത്തിൽ ബ്ലാക്ക് നിറത്തിൽ കാണുന്നതൊക്കെ കരിങ്കുരങ്ങുകളാണ്, നീലഗിരി ലങ്കൂർ. അവിടെ നിന്ന് വാൽപ്പാറ റൂട്ടിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ കണ്ടതാണ് ഈ കാട്ടികളെ. പക്ഷേ ഇവരെ കണ്ടിട്ട് കാട്ടികളെന്ന് വിളിക്കാൻ തോന്നില്ല, കാരണം ഇവരുടെ സൈസ് ഒന്ന് നോക്കിയേ.
കാട്ടുപോത്തെന്ന് വിളിക്കുമ്പോഴാണ് ഒരു പവറുള്ളൂ. തിരിച്ച് മലക്കപ്പാറ എത്തിയപ്പോൾ കിട്ടിയ ക്ലൈമറ്റ് നോക്കി, ശരിക്കും അതിശയിപ്പിച്ച് കളഞ്ഞു. ഉച്ച കഴിഞ്ഞ് 3 മണിയായിട്ടുള്ളൂ. അപ്പോഴേക്കും ഇവിടുത്തെ ക്ലൈമറ്റ് മാറിയത് കണ്ടോ. ഓൾറെഡി വാൽപ്പാറയിലെ ഒരുപാട് സ്റ്റേകളുടെ വീഡിയോ നമ്മുടെ ഈ ചാനലിലുണ്ട്. പക്ഷെ മലക്കപ്പാറ നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒരു ക്ലൈമറ്റ് ആസ്വദിച്ച് മലക്കപ്പാറയിൽ സ്റ്റേ ചെയ്യുന്ന വീഡിയോ അധികം വൈകാതെ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാഴ്ചകൾ കാണാം.